നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. നാട്ടിക എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ചും മറ്റും നടത്തി ജപ്തി ഒഴിവാക്കി തിരിച്ചെടുത്ത ആധാരം കളക്ടർ കൈമാറി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തണൽ ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ തൃപ്രയാർ ബ്രാഞ്ചിലെ ലേല നടപടി നേരിടുന്ന സന്തോഷ് കാളക്കൊടുവത്തിന്റെ വീടിന്റെ ആധാരം മുഴുവൻ കുടിശ്ശികയും തീർത്ത് എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ വിവിധ ചലഞ്ചിലൂടെ പണമുണ്ടാക്കി ആധാരം വീണ്ടെടുത്തു. NSS വളണ്ടിയർമാർ വീണ്ടെടുത്ത ആധാരം തൃശൂർ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ IAS സന്തോഷിന് കൈമാറി. കഴിഞ്ഞ വർഷവും AKG കോളനിയിൽ താമസിക്കുന്ന ലക്ഷ്മിയുടെയും ജപ്തി ഒഴിവാക്കി വീട് വെച്ച് നൽകിയിരുന്നു. ജില്ലാ കളക്ടർ NSS യൂണിറ്റിന്റെ പ്രവർത്തനത്തിൽ അഭിനന്ദിച്ചു. ചടങ്ങിൽ NSS ജില്ലാ കോർഡിനേറ്റർ MV പ്രതീഷ്, ക്ലസ്റ്റർ കോർഡിനേറ്റർ രേഖ ER, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, PTA പ്രസിഡന്റ് PSP നസീർ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഷൈജ EB, NSS വളണ്ടിയർ ലീഡർമാരായ അക്ഷത് KV, ഹിബ ഫാത്തിമ, നീരജ് KH, ശ്രീലക്ഷ്മി KU, വിഷ്ണുവർദ്ധൻ, ഹിസാൻ, നസ്രീം എന്നിവർ പങ്കെടുത്തു. മണലൂർ താഴം കോൾപ്പടവിലെ ഈ വർഷത്തെ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തുത്സവം സമിതി പ്രസിഡന്റ് MB മോഹനന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ഡോക്ടർ ജാസ്മിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ താഴം പാടശേഖരത്തെ 700 ഏക്കറോളം വരുന്ന നിലത്തിൽ 815 കർഷകരാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. 1800 ടണ്ണോളം നെല്ലുൽപാദനമാണ് ഇത്തവണ കർഷകർ പ്രതീക്ഷിക്കുന്നത്. സെക്രട്ടറി ഗൗതമൻ, സമിതി സൂപ്പർവൈസർ പിത്തു കുന്നത്തുള്ളി, ട്രഷറർ PS ദിനേശൻ, KK രാമദാസ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. നമ്മുടെ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒരു പാടശേഖരമാണ്. ഏകദേശം 275 ഹെക്ടർ വരുന്ന പാടശേഖരമാണ് മണലൂർ താഴം. വളരെ ഭംഗിയായി തന്നെ 2023-24 വർഷത്തെ മുണ്ടക സീസണിലെ എല്ലാ കൃഷിപ്പണികളും അവർ ചെയ്തിരിക്കുകയാണ്. ഇതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയത് ഇവിടെ പാടശേഖര ഭാരവാഹികളാണ്. അവരുടെ നിസ്വാർത്ഥമായ സേവനം തന്നെയാണ് ഇത്രയും വലിയൊരു പാടശേഖരത്തിനെ ഇത്രയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല, അത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുകൂടാണ്ട് ഇവിടെ ഉള്ള എല്ലാ കർഷകരും പാടശേഖര സമിതിയോട് സഹകരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് താന്യം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാളമുക്ക് സെന്ററിൽ സ്വീകരണം നൽകി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ ജാഥ ക്യാപ്റ്റൻ PI ഷൗക്കത്ത് അലിക്ക് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. നേതാക്കളായ അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VK പ്രദീപ്, MB സജീവൻ, ഷൈൻ നാട്ടിക, EM ബഷീർ, റോയ് ആന്റണി എന്നിവർ പ്രസംഗിച്ചു. ചെമ്മാപ്പള്ളി സെന്ററിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഹിറോഷ് ത്രിവേണി, CM നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു. ഷംസുദ്ദീൻ കടുകപ്പീടികയിൽ, നിസാർ കുമ്മക്കണ്ടത്ത്, പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, T സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അഴിമതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ജലജീവൻ പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപയാണ് ഓരോ പഞ്ചായത്തുകളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാട്ടർ അതോറിറ്റി അടച്ചു വെക്കേണ്ടത്. പക്ഷേ താന്യം പഞ്ചായത്തിൽ ഞാൻ അറിഞ്ഞപ്പോൾ ഇവിടെ പണം കെട്ടിവെച്ചിട്ടില്ല. ഇവിടെ ഏകദേശം 20 കോടി രൂപയോളം താന്യം പഞ്ചായത്തിലെ റോഡുകൾ പൊളിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ മുൻകൂറായി നമ്മുടെ പഞ്ചായത്തിൽ അടക്കേണ്ടതുണ്ട്. നാട്ടിക DYFI മനുഷ്യച്ചങ്ങല യുവതികളുടെ മുന്നേറ്റം. ജനുവരി 20-ന് DYFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയിലെ യുവതികൾ ബസ്സിലും കടകളിലും കയറി പൊതുജനങ്ങളെ നേരിൽ കണ്ട് മനുഷ്യച്ചങ്ങലയിൽ അണിചേരാൻ അഭ്യർത്ഥിച്ചു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യത്തിൽ റെയിൽവേ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണ പരിപാടിയിൽ ജില്ലാ കമ്മിറ്റി അംഗം VV സുസ്മിത, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ജെന്നി EPS, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം ശ്രീലക്ഷ്മി ചന്ദ്രശേഖരൻ, ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ വിവിധ മേഖല യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായി. കാഞ്ഞാണി പോണല്ലൂർ ദേശവിളക്കും അന്നദാനവും ഭക്തി നിർഭരമായി.
പറത്താട്ടിൽ ഷെഡിന് സമീപം ഗുരുനഗറിൽ നടത്തിയ ആഘോഷത്തോടനുബന്ധിച്ച് വൈകിട്ട് തൃക്കുന്നത്ത് ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. ഉടുക്കുപാട്ട്, വാദ്യമേളങ്ങൾ, പൂത്താലം മുതലായവയുടെ അകമ്പടിയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പ് ഗുരുനഗറിൽ സമാപിച്ചു. തുടർന്ന് ശാസ്താംപാട്ട് നടന്നു. പുലർച്ചെ ആഴി നൃത്തം, വെട്ടും തടയും, മംഗളപൂജ എന്നിവ നടന്നു. പ്രസാദൂട്ടിലും നിരവധി പേർ പങ്കെടുത്തു. ഭാരവാഹികളായ സെൻ കല്ലാറ്റ്, ഷൈൻ അംബികേശൻ, വസന്തൻ CS, ഷനിൽ VS, ഷാൻഡിൻ കൊട്ടുക്കൽ, VG രാധാകൃഷ്ണൻ, ഷൺമുഖൻ VK, അജയൻ മുടത്തോളി, KS ശ്രീലാൽ, ഷിനോജ് CR, ജിതേന്ദ്രകുമാർ PD എന്നിവർ നേതൃത്വം നൽകി. ഉച്ചവാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.